ന്നു. ആ, ആ, എന്നെ ചിന്തിപ്പിച്ച രണ്ട് വചനങ്ങൾ ആ, പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യവും 1 കൊരിന്ത്യർ 3-ന്റെ തന്നെ 3-ാമത്തെ വാക്യവും, ഈ രണ്ട് വാക്യങ്ങളാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിപ്പാനിടയായി. ഒന്ന്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. രണ്ടാമത്തെ വാക്യം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങളുടെ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പല്ലോസാറ് പൗലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങളുടെ വിശ്വസിപ്പാൻ കാരണമായിരുന്ന ശുശ്രൂഷക്കാരത്രേ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തൻ താൻ താൻ്റെ അധ്വാനത്തിന്റെ ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഈ വചനത്തെ ഈ ദിവസം ഞാൻ എന്നോട് അധികമായി ഈ വചനം എന്നോട് ഇടപെടുവാനിടയായി. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മുടെ മന്ദിരത്തെ നശിപ്പിക്കുന്ന വിഷയങ്ങൾ ഈ ദിവസം നമ്മളെ അലലിയ ആഞ്ഞടിച്ചെന്നിരിക്കുക, ഇല്ലേ? അന്നേരം നമ്മളത് കൃത്യമായി പിശാച് പലപ്പോഴും അതിന്റെ തന്ത്രങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ അത് കൊണ്ടിട്ട് നമ്മുടെ മന്ദിരത്തെ പലപ്പോഴും നശിപ്പിക്കാൻ തുടങ്ങും. ഒന്ന്, ചിലപ്പോൾ ഈർഷ്യയായിരിക്കാം, ചിലപ്പോൾ അസൂയയായിരിക്കാം, ചിലപ്പം ഭിന്നതയായിരിക്കാം, ചിലപ്പം ദ്വന്ദ്വപക്ഷമായിരിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളുടെ ഓരോ പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിൽ കൊണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ചില തോട്ടുകൾ കൊണ്ടിട്ടിട്ട് നമ്മുടെ മന്ദിരത്തെ നശിപ്പിക്കാനിടയാകും. ഇന്ന് സർവ്വസാധാരണമായി, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ സഭകളിലും അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ആ ചർച്ചിന്റെയൊക്കെ അല്ലെങ്കിൽ സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഹാലലി പുറത്തു നിന്നായിരുന്നു എന്ത് ഉണ്ടായിരുന്നത്, വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചർച്ചിന്റെ അകത്തു നിന്ന് തന്നെ അതിലെ വിഷയങ്ങൾ ഉയരുന്നത്. ഇപ്പം പുറത്തു നിന്നേക്കാൾ ഉപരിയായി ചർച്ചിന്റെ അകത്തു നിന്നാണ് ഓരോ സ്ഥലങ്ങളിലും ഈ വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? അന്നേരം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇന്ന് ഒരു സഹോദരന്റെയോ ഒരു സഹോദരിയുടെയോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിന്റെയോ അല്ലെങ്കിൽ അവരുടെ പക്ഷം ചേരുവാനല്ല, നീ ദൈവത്തിന്റെ പക്ഷം ചേർന്നുകൊണ്ട് ഈ ദിവസം നിൽക്കുവാൻ ഇതിന്റെ അകത്ത് നിൽക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവിന് ദൂതറിയിക്കുക. ഹല്ലേലൂയ. നീ ആരുടെ പക്ഷം പിടിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അനുവദിക്കുന്നില്ല. നീ പക്ഷത്തെ പിടിച്ച് അല്ലെങ്കിൽ നീ ഭിന്നത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ മന്ദിരത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്തെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വ്യക്തമായി വിളിച്ചു പറയുന്നു, ആ പ്രവൃത്തി നിന്നിൽ നിന്ന് അകന്നു മാറുക. അല്ലെങ്കിൽ ആ ഭിന്നതയുണ്ടാക്കുന്ന ആ വിഷയങ്ങൾ നീ ഇടപെടാതെ അതിൽ നിന്ന് വേർതിരിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട്, ഇതിന്റെ അകത്തിരിക്കുന്നവരോട് ദൂതറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പെട്ടകം ഹല്ലേലൂയ അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് ഹല്ലേലൂയ ദാവീദിന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. ഹല്ലേലൂയ. അന്നേരം അബീനാദാബിന്റെ പട്ടണത്തിൽ നിന്ന് ദാവീദ് പോയത് വീരന്മാരുമായിട്ടാ. വീരന്മാരെ കൊണ്ടാണ്
അല്ലെങ്കിൽ ദാവീദ് പെട്ടകം എടുക്കാൻ പോയത് ദൈവത്തിന്റെ അവർ വീരന്മാരോ അല്ലെങ്കിൽ കുതിരയുടെ ശക്തിയോ അല്ല. ദൈവത്തിന് ആവശ്യം ദൈവത്തിന് ആവശ്യം ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കൂട്ടം ജനത ആണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. എരിഹോ പട്ടണം അല്ലി തകർന്നു വീണത് അതിന് 7 പ്രാവശ്യം ചുറ്റിയപ്പോ അല്ലി അത് തകർന്നു വീണമെങ്കിൽ ഹല്ലേലൂയ അതിന് ലോകത്തിൻ്റെതായ ഒരു ശക്തിക്കും ഹല്ലേലൂയ ആവശ്യമില്ല, ഒരു കുതിരയുടെ ശക്തിയും ആവശ്യമില്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നീ പറയുന്ന മേഖലകളിൽ, നിന്നെ എതിർക്കുന്ന മേഖലകളിൽ, നിനക്ക് കയറി ചെല്ലാൻ കഴിയാത്ത മേഖലകളിൽ നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകളെ മടക്കുമ്പോ ആ മേഖലകളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവുമായി നീ സർവായുധ വർഗം ഇന്ന് കേട്ടതുപോലെ നീ സർവായുധ വർഗവും എടുത്തുകൊണ്ട് ഈ ദിവസങ്ങൾ നിൽക്കുന്നുവെങ്കിൽ നീ കയറി ചെല്ലാത്ത മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകുവാൻ ഇടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് അല്ലിയ പെട്ടകം എടുത്തിട്ട് പുതുവണ്ടിയിലാ വെച്ചത്, കാളവണ്ടിയിൽ വെച്ചിട്ട് ദാവീദിന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. ദൈവം ദാവീദിന്റെ അടുത്ത് പറഞ്ഞില്ല, നീ പുതുവണ്ടിയിൽ അല്ലെങ്കിൽ ഈ പെട്ടകം എടുത്തിട്ട് കാളവണ്ടിയിൽ വെച്ച് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആരടുത്തും പറഞ്ഞില്ല, ദൈവത്തിനോട് ചോദിച്ചില്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് നിൽക്കുമ്പോ ദൈവത്തോട് ചോദ്യം, കർത്താവേ അടുത്ത നിമിഷം ഞാൻ എന്ത് ചെയ്യണം, അടുത്ത ദിവസം അടുത്ത കാര്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് ദൈവത്തിനടുത്താ ചോദിക്കേണ്ടത്. സ്വയം ബുദ്ധി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും പെട്ടകത്തെ പിടിപ്പാൻ അല്ലെങ്കിൽ പെട്ടകം എടുക്കുവാൻ വേണ്ടി പോകരുത്. പോയി കഴിഞ്ഞാൽ എന്തുണ്ടാകും? സംഹാരമുണ്ടാകും. ഹല്ലേലൂയ. അബീനാദാവിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം എടുത്തിട്ട് പുതു കാളവണ്ടിയിൽ വെച്ച് ഹല്ലേലൂയ കൊണ്ടുവരുവാനിടയാ. 2 ശമൂവേല് 6-ാമത്തെ അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. നാക്കോന്റെ കളത്തിങ്കിൽ എത്തിയപ്പോൾ കാള വിരുന്നത് കൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ച് അവന്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും ആത്മീയ മണ്ഡലത്തിൽ എങ്ങനെ ഉണ്ടാകുന്ന സംഹാരം ഉണ്ടാകുന്നോ, നമ്മൾ പലപ്പോഴും വളരെ പ്രഗത്ഭരായി അല്ലെങ്കിൽ വളരെ ശോഭിച്ചു നിൽക്കുന്ന ചില ദൈവദാസന്മാർ അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളായിരിക്കാം, പെട്ടെന്ന് തന്നെ വെട്ടേറ്റ് നിലത്ത് വീഴുവാൻ ഇടയായി. എന്താ വെട്ടേറ്റ് നിലത്ത് വീഴുവാനുള്ള കാരണം? എന്താ? ആ വിവേകം കൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കണം, കർത്താവേ അപ്പാ എന്നെ നിർത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ചർച്ചിലായിരിക്കാം, എന്നെ നിർത്തിയിരിക്കുന്ന ഒരു ദേശത്തിലായിരിക്കാം, ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കാം, ഒരു സംസ്ഥാനത്തിലായിരിക്കാം, ഒരു രാജ്യത്തിലായിരിക്കാം. എന്റെ കർത്താവേ, എന്റെ അവിവേകം കൊണ്ട് ഞാൻ എന്ത് ചെയ്യരുത്? വെട്ടേറ്റ് വീഴുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനേക്കാളും കർത്താവിന്റെ സിംഹാസനത്തെക്കാളും മുകളിൽ കയറി വെക്കുവാൻ നോക്കിയ ലൂസിഫർ വെട്ടേറ്റ് നിലത്ത് വീണുമെങ്കിൽ കർത്താവേ, എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. കർത്താവേ, ഞാൻ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ. കർത്താവേ, കർത്താവിന് മീതെ പണിയുവാൻ ഇടയാകരുത്. നമ്മൾ വിചാരിക്കും പെട്ടകത്തിൽ എന്തുണ്ട്? പെട്ടകത്തിൽ അഹരോന്റെ തളർത്ത വടിയും മണ്ണയിട്ട് വെച്ച പാത്രം കൊണ്ട് അഹരോന്റെ തളർത്ത വടി എന്ന് പുതിയ നിയമത്തിലേക്ക്, നിന്റെ വടിയും കോലും എന്നെ എന്ത് ചെയ്യുന്നു? ആശ്വസിപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മുടെ ഈ വടിയും കോലും നമ്മളെ ആശ്വസിപ്പിക്കുക. മണ്ണയിട്ട് വെച്ച പാത്രം എന്താ? ദൂതന്മാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം നബി നമുക്ക് വേണ്ടി നൽകി തന്നെയാ. ഈ വചനം എന്ന ആഹാരം ഈ ദിവസങ്ങൾ നബി നമുക്ക് വേണ്ടി നൽകി തന്നതാ. പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അത് കഴിക്കുവാൻ ദൈവം നമുക്ക് ഇടയാകുന്നില്ല. എന്ന് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയകളിലും പല കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്ത, ഇൻഫ്ലുവൻസ് ചെയ്ത് അതിൻ്റെ അകത്തായിപ്പോയി. അതും നമ്മളെ എന്ത് ചെയ്യുക, നമ്മുടെ സമയത്തെ കൊന്ന് നമ്മുടെ കാര്യങ്ങളെ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട സമയങ്ങളിൽ ദൈവം അവിടെ നിന്ന് മാറി അതിനകത്ത് വീണ് കിടക്കുക.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാ, അന്ന് മടങ്ങിക്കടന്നു വാ. എന്തിനാണെന്നറിയോ? നിന്നെ ഞാൻ പെട്ടകം പിടിക്കുവാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഇതിന്റെ അകത്തുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക. ഹല്ലേലൂയ. എങ്ങനെയാ പെട്ടകം പിടിക്കണ്ടേ? ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ചില ലേവ്യരുടെ ഹല്ലേലൂയ മുതുകിൽ ഈ പെട്ടകം വെച്ചിട്ട് ഹല്ലേലൂയ, ഈ പെട്ടകം എന്ത് ചെയ്തത്? ഹല്ലേലൂയ, ഓബേദ്ഏദോമിന്റെ പട്ടണത്തിൽ നിന്ന് ഹല്ലേലൂയ യെരൂശലേമിലേക്ക് കൊണ്ടുവന്നത്. അതിന്റെ മുമ്പിൽ ഹല്ലേലൂയ ദാവീദ് നൃത്തം ചെയ്യുക. ഹല്ലേലൂയ, ദൈവത്തോട് ചോദിച്ചിട്ടാ പിന്നെ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ഈ ദിവസങ്ങൾ ദൈവത്തോട് നമ്മൾ പറയണം, കർത്താവേ, ഞാൻ ഏതൊരു കാര്യമുണ്ടെങ്കിലും ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തോട് ചോദിക്കാതെ ഞാൻ ഒരു കാര്യത്തിന് ഞാൻ മുതിരാൻ ഇടയാകരുത്. കർത്താവേ, ഹല്ലേലൂയ, ഒരു കാര്യവും ഞാൻ ദൈവത്തിനോട് ചോദിക്കാതെ എനിക്കുള്ള ഒരു പരിപാടി വേണ്ട എന്ന് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാനുഷികമായി പലതും നമ്മൾ മാനുഷികമായി പലതും കണ്ടുകൂട്ടും, അല്ലെങ്കിൽ നമ്മൾ മാനുഷികമായി പലതും ചെയ്തു കൂട്ടും. പക്ഷേ അതിന്റെ ഒടുക്കത്തിൽ ഉണ്ടാകുന്നത് വളരെ പരാജയമാണ്, വളരെ പരാജയമാണ്. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് വ്യക്തമായി ബോധിപ്പിക്കുന്നു. നീ അപ്പല്ലോസിന്റെ പക്ഷം പിടിക്കുവാനും, നീ പൗലോസിന്റെ പക്ഷം പിടിക്കുവാനും നീ പോയത് മതിയെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ അകത്തിരിക്കുന്ന ചിലതിനോട് വ്യക്തമായി വിളിച്ചു പറയുന്നു. നീ ദൈവത്തിന്റെ പക്ഷത്തിലേക്ക് തിരിയുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവ് നിന്നെ നടത്തേണ്ടുന്ന വഴി അവൻ നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കള് കാളയുടെ മുമ്പിൽ കടന്ന് തുള്ളാൻ തുടങ്ങി. അവര് കാളയുടെ മുൻപിൽ മോശ പർവ്വതത്തിലേക്ക് കടന്നു പോയപ്പോ ഇസ്രായേൽ ജന താഴെ കടന്ന് മലയുടെ അടിവാരത്തിൽ താഴ്വരയിൽ കടന്ന് നൃത്തം വെക്കുകയാ. ആരുടെ മുന്നിലെ? ജീവനുള്ള ദൈവത്തെ ത്യജിച്ചിട്ട് ജീവനില്ലാത്ത പൊന്നുകൊണ്ട് ഉണ്ടാക്കിയ കാളയുടെ മുൻപിൽ കിടന്ന് ചാടുകയാ. അങ്ങനെ മോശ ഇറങ്ങി വന്നിട്ട് ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഒരു ലേവ്യഗണ മാറി നിന്നത് പോലെ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഒരു ലേവ്യനെ പോലെ നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുക. നിന്നെ ദേശത്തിന്റെ ചില വിളക്കായി നിന്നെ വേർതിരിച്ചിരിക്കുക. മലമേലിരിക്കുന്ന പട്ടണം എന്ത് ചെയ്യരുത്? മറഞ്ഞിരിപ്പാൻ പാടില്ല. ഒരിക്കലും വിളക്കെന്ത് ചെയ്യില്ല? പറയാൻ കീഴില്ല, തണ്ടിന്മേൽ അത്ര ശോഭിപ്പിക്കേണ്ടത്. ഇന്ന് കിട്ടിയിരിക്കുന്ന പല ടാലന്റുകളും എന്ത് ചെയ്യുക? പലപ്പോഴും അത് കുഴിച്ചിട്ട് അത് പ്രയോജനമില്ലാതെ അത് ദൈവത്തിന് വേണ്ടി പ്രയോജനമില്ലാതെ മങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ കിട്ടിയിരിക്കുന്ന ടാലന്റിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ നിനക്കുള്ള ഒരു പ്രാർത്ഥനാപരമായിരിക്കാം, നിനക്കുള്ളത് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, ഒരു വ്യക്തിയെ സഹായിക്കുന്നതായിരിക്കാം. ആ ഒരു തരത്തിലുള്ള ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ കടന്നിരിക്കെ അതിന് കഴിയാതെ നമ്മൾ കിട്ടിയിരിക്കുന്ന താളന്തിനെ എടുത്ത് മുടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളിലിരിക്കുന്ന താലന്തിനെ എടുത്ത് വ്യാപാരം ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുവെങ്കിൽ, കിട്ടിയിരിക്കുന്ന താലന്തിനെ കുഴിച്ചിടാതെ അതിനെ പുറത്തു കൊണ്ടുവന്ന് വിശ്വസ്തയോടെ ഈ ദിവസങ്ങൾ വ്യാപാരം ചെയ്യട്ടെ. അത് വ്യാപാരം ചെയ്യുന്നത് ദൈവത്തോട് ചോദ്യം, കർത്താവേ, എന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വ്യാപാരം ചെയ്യേണ്ടത്, എന്റെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വ്യാപാരം ചെയ്യേണ്ടത്, എന്റെ അവിവേകത്തിൽ ഉളവാകുന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ദിവസങ്ങളിൽ അത് വ്യാപാരം ചെയ്തത്. എന്റെ ജ്ഞാനം കൊണ്ടല്ല ഞാനത് വ്യാപാരം ചെയ്യേണ്ടത്. ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രം ഈ ദിവസങ്ങൾ അത് വ്യാപാരം ചെയ്ത് ദൈവത്തിനോട് അരുളപ്പാട് ചോദിച്ച് ദൈവത്തിനോട് വ്യക്തമായ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഈ ദിവസങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ ഈ ദിവസങ്ങൾ വിജയം കൊയ്യുവാൻ നിനക്കിടയാകും. അല്ല എങ്കിൽ നീ കാലുവെക്കുന്ന ദേശത്ത് അത് പരാജയത്തിന്റെ മേഖലകളിലേക്ക് ഇറങ്ങിപ്പോകുവാനിടയാകും. ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയിലൂടെ നിന്റെ ഹിതത്തിൽ ഉണ്ടെങ്കിൽ അവരെ ഇന്ന് വിച്ഛേദിച്ച് കളയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് വ്യക്തമായി ദൂതറിയിക്കുന്നു. കർത്താവ് വ്യക്തമായി വിളിച്ചു പറയുന്നു,
എന്റെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ, നമ്മുടെ വ്യക്തിയുടെ ഇടയിൽ, സഹോദരന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഭിന്നതകളും ഈർഷയും പിണക്കവും ജാരശങ്കയും ക്രോധവും ദ്വന്ദ്വപക്ഷവും വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിനെ വെട്ടിമാറ്റി അതിനെ മാറി നിൽപ്പാൻ അത് ശത്രുവിന്റെ തന്ത്രമൊന്നും. ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അല്ല, ഈ ദിവസങ്ങൾ ശത്രു പല തന്ത്രങ്ങളിടും. പലത് ഭിന്നിപ്പിക്കുവാൻ നോക്കും, അല്ലെങ്കിൽ തിരിക്കുവാൻ നോക്കും. സഹോദരന്മാര് തമ്മിൽ, അല്ലെങ്കിൽ സഭയിലെ വിശ്വാസികൾ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ നോക്കും. പക്ഷേ അതിനു മുമ്പിൽ നീ എന്ത് ചെയ്യണം? അല്ലെ, കർത്താവിന്റെ മുന്നിൽ മുട്ടുമടക്കി, കർത്താവേ, അല്ലെ ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിൽ നിന്നെ ഭിന്നിപ്പിക്കുവാൻ നോക്കും, അല്ലെങ്കിൽ നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്നെ ഭിന്നിപ്പിക്കുവാൻ നോക്കും, നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്നെ ഭിന്നിപ്പിക്കുവാൻ നോക്കും, മക്കളുടെ ഇടയിൽ ഭിന്നിപ്പിക്കുവാൻ നോക്കും. അല്ലെങ്കിൽ ഒന്നുകൊണ്ട് നീ പതറരുത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി, കർത്താവേ, ഇതിന്റെ മുൻപിൽ ഞാൻ എന്ത് മറുപടി കൊടുക്കണം? ഞാൻ അവരുടെ പക്ഷത്തും ഇവരുടെ പക്ഷത്തും നിൽക്കാതെ ദൈവത്തിന്റെ പക്ഷത്തിലേക്ക് ഈ ദിവസം തിരിയുവാനിടയാകട്ടെ. കർത്താവെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, അപ്പാ കർത്താവെ, ഈ ദിവസങ്ങളിൽ എന്റേതായ ജീവിതത്തിൽ ഭിന്നതകളും പ്രയാസങ്ങളും കർത്താവെ, അല്ലെങ്കിൽ ഞാൻ അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ, അനാവശ്യമായിട്ട് കർത്താവ് ഏതെങ്കിലും ഒരു വാക്ക്, ഏതെങ്കിലും ഒരു പ്രവർത്തികള് കർത്താവെ, ഞാൻ ആ സഹോദരനോടോ സഹോദരിയോടോ കാര്യം പറഞ്ഞിട്ട് കർത്താവെ അവരെ ഭിന്നിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ, കർത്താവെ, എന്നോട് ഈ ദിവസങ്ങൾ ക്ഷമിക്കുമാറാകണമേ. എന്നിലുള്ള താലന്ത്, ഈ ദിവസങ്ങളിൽ തന്നിരിക്കുന്ന താലന്തുകള് കർത്താവെ, വിശ്വസ്തയോടുകൂടി വ്യാപാരം ചെയ്യുവാനുള്ള ഒരു കർത്താവെ ഒരു അറിവ് കർത്താവ് ഈ ദിവസങ്ങൾ നൽകി തിരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ഒരു വിശേഷമായ ജ്ഞാനം കർത്താവെ നൽകി തിരുമാറാകണമേ. ലോകത്തിന്റെ ജ്ഞാനം നശിക്കുന്നു, ദൈവത്തിന്റെ ജ്ഞാനം അത് നശിക്കുന്നതല്ല. ആ ജ്ഞാനത്തിന് മേൽ ജ്ഞാനം നൽകി തരുന്നുവെങ്കിൽ, കർത്താവെ, ആ ദിവ്യജ്ഞാനം ഈ ദിവസങ്ങൾ നൽകി തന്ന് കർത്താവെ, അനേകം പേരെ തീച്ചൂളയിൽ നിന്നും വലിച്ചെടുക്കുവാനുള്ള ആത്മാവിന്റെ ശക്തി ഈ ദിവസങ്ങൾ നൽകി തരുവാൻ ഇടയാക്കണം. അല്ല, ഈ ദിവസങ്ങൾ കർത്താവേ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി അനേകം പേർക്ക് വേണ്ടി അനേകം പേർക്ക് വേണ്ടി അവരുടെ സങ്കടങ്ങൾ ചെന്ന് കണ്ട്, അനേകം പേരോട് അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിച്ച്, അനേകം പേരോട് സമാധാനം ആചരിച്ച്, കർത്താവെ, നിന്റെ മുൻപിൽ വിശ്വസ്ത ഒരു ദാസരായി ദിവസങ്ങൾ ഞങ്ങളെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പൊ ആ കേൾപ്പിച്ചിരിക്കുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അടിയനും താഴ്ച തരുന്നു കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇത്രയും സമയം അനുവദിച്ചു തന്ന ഹല്ലേലൂയ ക്രൈസ്റ്റ് ഫെലോഷിപ്പിലെ എല്ലാ മെമ്പേഴ്സിനോടും എൻ്റെ നന്ദിയും വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് ഇരുന്നുകൊള്ളുന്നു.